അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്നുള്ള പോലെ തന്നെ നമ്മളെ ഡ്യൂട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ബിരിയാണി എന്നൊക്കെ പറയാം അതിൻ്റെ അടുത്ത് കൂടി പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞു, നേരത്തെ എനിക്ക് പോകണം, ക്യാമ്പ് ഉണ്ട്. അപ്പോൾ 8 മണിൻ്റെ ഒക്കെ മുമ്പായിട്ട് പോകണം, അല്ലെങ്കിൽ 8:30 പോകും, അരമണിക്കൂർ വ്യത്യാസമുള്ളൂ. എന്നാലും അപ്പോൾ എനിക്ക് ബ്രെഡ് എന്തെങ്കിലും ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ഈ ചോറ് കൊടുത്തയച്ച് ശീലമായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി അരി ഇരിക്കുന്നുണ്ട്, മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഇട്ടിട്ട് ചോറാക്കാതിരുത്തി. അപ്പോൾ മറ്റവരൊക്കെ പറഞ്ഞു അത് മതിയിട്ടാ, ഞങ്ങൾക്കും അത് മതിയായിരുന്നു. അപ്പോൾ ഞാനത് ആ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അത് പുഴുങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ കുക്കറിൽ തന്നെ അരിയും വറ്റിച്ചെടുക്കാം. പിന്നെ ഇവിടെ അങ്ങനെ എന്താ പറയുക, ഒരു 3-4 തരം അങ്ങനെയൊന്നും ഉണ്ടാക്കൂല കേട്ടോ. എന്താ ഉണ്ടാക്കണം അതെല്ലാവരും തിന്നും. പിന്നെ ഇത് പറ്റൂല അത് പറ്റൂല എന്നൊന്നും ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. കുഞ്ഞിതായിരിക്കുമ്പോഴൊക്കെ മക്കൾ പറയുന്നല്ലാണ്ട് ഒരു വിധം വലുതായാലും ആരും ഇവിടെ കുറ്റം പറയില്ല. ഇവിടെ കാക്കായാലും എൻ്റെ മക്കളായാലും എന്താ അങ്ങനെ വെച്ചിരിക്കണം, എന്താ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് തോന്നും ചെയ്യും. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു മടിയില്ല, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യും. എന്താണെങ്കിലും എനിക്ക് ഒരു മടിയില്ലാത്തൊരു പണിയാണ് ഈ ഫുഡ് ഉണ്ടാക്കൽ. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, ഒന്നും പറയാത്ത ആൾക്കാർക്കല്ലേ നമ്മൾ നല്ല ഉണ്ടാക്കി കൊടുക്കണം. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു ചടപ്പായിരിക്കും ഉണ്ടാക്കി കൊടുക്കാൻ. ഇതൊന്നും പറയില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ. എൻ്റെ ഉപ്പച്ചി ഉണ്ടാകുമ്പോഴായാലും ശരി, എൻ്റെ വാവച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങള, എൻ്റെ വാവച്ചി ആണെങ്കിലും ശരി, ഒന്നിനും കുറ്റം പറയില്ല. അതുകൊണ്ട് ഇവിടെ അതില്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു സമാധാനമാണ്. അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. അപ്പോൾ ഇതാ ചോറ് വറ്റിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ലേശം എണ്ണ ഒഴിച്ച്, എന്നിട്ട് നമ്മളെ കറി മസാല സംഭവങ്ങളൊക്കെ ഇല്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ കുറച്ച്, പിന്നെ ആ കൂട്ടത്തിൽ എന്തൊക്കെയോ ഉണ്ടാവുമല്ലോ, അതൊക്കെ പാടിട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിപ്പൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ 1/2 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതും വെന്ത് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാനിതാ എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സവാള, ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ട്, കുറച്ച് ചോറല്ലേ ഉള്ളൂ, അത് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയും കൂടെ അരച്ചിട്ട് ആ മസാലയും കൂടെ അതിലിട്ടിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ തക്കാളി സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞാണ് ഇടൽ, ഇങ്ങനെ അരക്കലൊന്നുമില്ല. മറ്റേതൊക്കെ ഞാൻ അരക്കും കേട്ടോ, പച്ചമുളകൊക്കെ ഒന്ന് അരക്കും, തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കലാണ്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം കൂടെ ഒന്നിട്ട് അടിച്ചെന്ന് നേരം വൈകണ്ട വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റി, ആ പച്ചമണം മാറുന്ന വരെ നല്ലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പൊതിനി മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ. എപ്പോഴും നമ്മൾ എന്താ പറയുക, മീനും ചിക്കനും ബീഫൊക്കെ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് നല്ലതാണ്. ഇപ്പോൾ ലേശം ചെറുനാരങ്ങ നീര് ഊറ്റിച്ച് കൊടുത്തിട്ട് നമുക്കെന്താ പറയുക, നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് എന്താ പറയുക, ആ മുട്ടയും അതിലിട്ട് കൊടുക്കുക, അരി ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറ് റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഗ്ലാസ് ചായയിട്ട് സിറ്റൗട്ടൊക്കെ പോയത്. എന്നും പറയുന്നത് തന്നെയാണ് ഇതല്ലേ, നിങ്ങൾക്ക് കേട്ട് കേട്ട് ബോറടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ നേരം വൈകി നല്ല വെളിച്ചം വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇന്നലെ സിറ്റൗട്ടിൽ തവള ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാക്കാറിന് തവളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വരും എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് ലേശം ഒരു പേടി. എന്താ പറയുക, പുലർച്ചെ ആകുമ്പോൾ നമുക്ക് വെളിച്ചം വെച്ച് വരുന്നൊരു ടൈം, നല്ല രസമാണ് ആ കാലാവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇരിക്കാനുള്ള നമ്മളുണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു പേടി, എന്താ വെച്ചാൽ ചുറ്റും പാമ്പിനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി. അപ്പോൾ ഞാൻ നല്ല നേരം വെളുത്തോട്ടെ വിചാരിച്ച് അങ്ങനെ നേരമൊക്കെ വെളുത്തതിന് ശേഷം ചോറൊക്കെ വെച്ച് ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്ന് ചായ ഉണ്ടാക്കി കുടിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഇന്ന് കുറേ പണിയുടെ ചെടികളൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കണം. അടുക്കളയിലെ ചെടിയൊക്കെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കഴുകണതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 ആഴ്ച ആയിക്കണം കഴുകിയിട്ട്. അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ ചീത്തായി പോയില്ല. ചീത്തായി പോയാൽ പിന്നെ എനിക്കത് മതി ടെൻഷൻ ആവാൻ. എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ ടെൻഷൻ വരും ചെടി കേടുവരുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കണം. പിന്നെ പുറത്തത്തെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ സാധാരണ പണിയുണ്ടല്ലോ, അടിച്ച് വാരലും തുടക്കലും പിന്നെ അങ്ങനെ പാത്രം കഴുകലും, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വിശേഷങ്ങൾ നിർത്തുന്ന മുമ്പ് ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു ഞാൻ കേട്ടോ, അതും കൂടെ പറയാം. അപ്പോൾ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കണം, ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. ഞാൻ എന്നും പറയലില്ലേ, ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡും ഞാൻ ഉണ്ടാക്കലില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോയിൽ ഇടുന്നതെന്ന് മാത്രം, അത് ഞാൻ എല്ലാ വീഡിയോയിലും എന്നും പറയുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് ചായക്കടി പുട്ടാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്ക് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് പുതിനൻ്റെ ഇലയും കൂടെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അരച്ചിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ ചാടിക്കണ്ടേ, കുടിക്കാൻ തരാം. എന്നോട് പറയുന്നത് വെളിക്കൽ കുടിക്കാൻ വാങ്ങി കുടിച്ചതെന്ന്, അത് കുഴപ്പമില്ല. പൊണ്ണുതാത്തേ,
എന്താത്തോ അസിമോ പോയില്ലേ? ആ ടൈം ആണോ? അമ്മച്ചില്ലേ? കേട്ടാ എന്റെ ചോറുണ്ടോ വിചാരണേ? ഇന്ത്യ എന്താടാ നോക്കാൻ കളിക്കാൻ വന്നാൽ കാണിക്കൂല, ചോറ് വെച്ച് തിന്നൂല. ചായത്തെ നീ ചായ വേണ്ട അറിയോ? ഈ രാവിലെ ഉണ്ടാക്കണം എന്തിനൊന്നേ?